ട്രെയിനിൻ്റെ വേഗം 5 കിലോമീറ്റർ പ്രതി മണിക്കൂർ വർദ്ധിപ്പിച്ചാൽ 300 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2 മണിക്കൂർ കുറവ് സമയം മതി. യഥാർത്ഥ വേഗത കാണുക. ട്രെയിനിൻ്റെ യഥാർത്ഥ വേഗത അറിയില്ല. ട്രെയിനിൻ്റെ യഥാർത്ഥ വേഗത നമുക്ക് x കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന് സങ്കല്പിക്കുക. ട്രെയിനിൻ്റെ യഥാർത്ഥ വേഗത x കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി നമ്മൾ ഒന്നാം ഘട്ടം ചെയ്യുകയാണ്. ആദ്യത്തെ ഘട്ടം സൂത്രവാക്യം സമയം സമം ദൂരം ബൈ വേഗത. സമയം സമം ദൂരം ബൈ വേഗത. നമുക്ക് ഒന്നാമത്തെ കൊണ്ട് ഇവിടെ T1 ഉം S1 കൊടുക്കാം. ഡി മാറ്റം വരില്ല. ഡി ഡിസ്റ്റൻസ്, ദൂരം എപ്പോഴും ദൂരം മാറ്റാൻ പറ്റില്ലല്ലോ. ദൂരം 300 തന്നെയാണ്. അപ്പോൾ അതിൽ വില കൊടുക്കുക. ഡി എത്രയാണ്? 300 ബൈ ആദ്യത്തെ വേഗത എത്രയാണ്? x. അപ്പോൾ ആദ്യത്തെ സമയം കിട്ടി. 300 ബൈ x സമയമാണ്. എന്താ യൂണിറ്റ്? മണിക്കൂർ. രണ്ടാമത്തെ ചെയ്യാൻ പോവാണ്. വീണ്ടും സൂത്രവാക്യം തന്നെ T സമം D ബൈ S. അപ്പോൾ T2 രണ്ടാമത്തെ സമയം സമം D അല്ലേ ബൈ രണ്ടാമത്തെ സ്പീഡ് S2. വില കൊടുക്കുക. ഡി എത്ര? ഡി മാറ്റമില്ല. എത്രയാണ്? 300 ബൈ S2O രണ്ടാമത്തെ വേഗത. എന്താ പറയുന്നത്? വേഗത 5 കൂട്ടുകയാണ്. വേഗത 5 കൂട്ടുകയാണ്. ഇപ്പോൾ വേഗത എത്ര? 5 അല്ലേ? 5 കൂട്ടും. വേഗത x ആണ്. 5 കൂട്ടുക. അപ്പോൾ എന്ത് വരും? x + 5. അപ്പോൾ രണ്ടാമത്തെ സമയം 300 ബൈ x + 5 സമയമാവും കൊണ്ട് വീണ്ടും യൂണിറ്റ് മണിക്കൂർ. നമുക്കിപ്പോൾ 2 സമയങ്ങൾ കിട്ടി. ഇതിൽ ഏത് സമയമാണ് കൂടുതൽ, ഏത് സമയമാണ് കുറവ് നോക്കണം. ഏത് സമയമാണ് കൂടുതൽ, ഏത് സമയമാണ് കുറവ്? ഈ സമയമാണ് കൂടുതൽ. കാരണം എന്താ? ഇവിടെ വേഗത കുറവാണ്. വേഗത കുറയുമ്പോൾ സമയം കൂടും. ഇവിടെ വേഗത കുറവാണ്. ഇവിടെ വേഗത നമ്മൾ കൂട്ടി. വേഗത കൂട്ടുമ്പോൾ യാത്രയ്ക്ക് എടുക്കുന്ന സമയം കുറയുമല്ലോ. അപ്പോൾ ഈ സമയം കൂടുതലും ഈ സമയം കുറവുമാണ്. എത്ര കൂടുതലും കുറവും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 2 മണിക്കൂർ കുറവ്. സമയം 2 മണിക്കൂർ കുറവ് മതി. അതായത് ഈ സമയത്തു നിന്ന് ഈ സമയം കുറച്ചാൽ 2 കിട്ടും. ഈ സമയം എത്ര? 300 ബൈ x കുറയ്ക്കണം. ഇത് 300 ബൈ x + 5 സമം 2. ഇപ്പം നമുക്കൊരു സമവാക്യം കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ശരിയായ രൂപത്തിലാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ ശരിയായ രൂപത്തിലാക്കണം. ഈ ഫ്രാക്ഷനൊക്കെ മാറ്റണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട്, അതായത് ഛേദങ്ങളുടെ ഗുണനഫലം അതുകൊണ്ട് മുഴുവൻ ഗുണിക്കുക. x × x + 5 കൊണ്ട് മുഴുവൻ ഗുണിക്കുക. അപ്പോൾ 300 ബൈ x × x + 5 കുറയ്ക്കണം. 300 ബൈ x + 5 അതിനെയും ഇൻറ്റു x × x + 5 സമം അപ്പുറത്തും 2 × x × x + 5. ഇപ്പോൾ എന്താ? ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് x × x + 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? x മൾട്ടിപ്ലൈ ചെയ്യും. 300 × x 300x 300 × 5 + 1500 മൈനസ് x + 5 x + 5 മൾട്ടിപ്പോയിട്ട് 300x സമം ഇവിടെ എന്ത് ചെയ്യണം? 2 ഗുണിക്കണം. 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2x × x 2x², 2x × 5 + 10x. നമുക്കിവിടെ 300x കുറയ്ക്കണം. 300x 0 പോയി. ഇനി നമുക്ക് ഈ 1500നെ അങ്ങോട്ട് എടുക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ട്? 2x² + 10x. ഈ 1500 അങ്ങ് എടുത്തു. -1500 സമം 0. ഈ ഇക്വേഷനെ മുഴുവൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷനെ മുഴുവൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? x² പ്ലസ് ഇവിടെ എന്ത് വരും? 5x മൈനസ് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 750 സമം ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ വരിക. ഈ ഇക്വേഷൻ നമ്മൾ ചെറുതാക്കി അതിനെ ലഘൂകരിച്ചു, ചെറിയ ഇക്വേഷനാക്കി മാറ്റി. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ട രൂപം x + a × x + b ഒരു ഐഡൻറ്റിറ്റിയാണ്. = x² + a + b × x + ab. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെ നോക്കൂ, a + b. എക്സിൻ്റെ ഗുണോത്തരം a + b. എക്സിൻ്റെ ഗുണോത്തരം എ ബി പറയണതോ അതിൻ്റെ കൂടെ x ഇല്ല. അപ്പോൾ അതാണ്. അതായത് നമ്മൾ 2 സംഖ്യകൾ കണ്ടുപിടിക്കണം. ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 5 കിട്ടണം, ഗുണിച്ചാൽ -750 കിട്ടണം. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എക്സിൻ്റെ ഗുണോത്തരമാണ് 5 കിട്ടണം. 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ x ഇല്ലാത്തത് എത്ര? -750. ആ സംഖ്യകൾ ഏതൊക്കെ? 30 -25. നോക്കൂ, 30ഉം -25ഉം കൂടി കൂട്ടി എത്ര വരും? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിരട്ടാൽ 5 എന്ന് വരും. ഇത് കിട്ടി, കണ്ടില്ലേ? ഗുണിച്ചാലോ പോസിറ്റീവ് × നെഗറ്റീവ് നെഗറ്റീവ് ആയി -750 കിട്ടി. അപ്പോൾ സംഖ്യകൾ കിട്ടി 30ഉം -25ഉം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഇങ്ങനെ എഴുതുക. ആദ്യം x എഴുതി, പിന്നെ +a അതായത് +30 × x + b. x അടുത്തത് മൈനസ് ആണ്, പക്ഷേ
-25 ഇതിനെ നമ്മളിങ്ങനെ എഴുതി ഈസ് ഈക്വൽ ടു 0. ഇതെന്താ? ഇതും കൂടി ഗുണിച്ചാൽ 0 കിട്ടണം. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് 0 ആവണം, എന്നാലേ ഗുണിച്ചാൽ 0 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് 0 എന്ന് വിചാരിക്കുക. x + 30 = 0. അപ്പോൾ എക്സ് എത്രയായിരിക്കും? ഞങ്ങളുടെ കൊണ്ടുപോകുമ്പോൾ -30 ആയി. ഇത് ശരിയാവില്ല. കാരണം എന്താ? എക്സ് എന്താ? യഥാർത്ഥ വേഗതയാണ്. വേഗത എങ്ങനെയാണ് നെഗറ്റീവ് വരിക അല്ലേ? അപ്പോൾ അത് നമ്മൾ എടുക്കില്ല. ഇനി ഇത് 0 എടുത്ത് നോക്കുക. x - 25 = 0. അപ്പോൾ എക്സ് എന്ത് വരും? ഞങ്ങളുടെ കൊണ്ടുപോകുമ്പോൾ 25 ആയി ശരിയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥ വേഗത എത്രയാണ്? 25 km/h.